ആലപ്പാട് കരിമണൽ ഖനനത്തിനുള്ള സീ വാഷിംഗ് ഒരു മാസത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനം. ഖനനവിരുദ്ധ സമരസമിതിയുമായി വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പഠനത്തിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും തീരുമാനമായി. എന്നാൽ സമരം തുടരുമെന്ന് ഖനനവിരുദ്ധ സമിതി അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, ചർച്ചയിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ? എന്താണ് ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും അശ്വതി, ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും ഇരു വിഭാഗവും സർക്കാരിന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കി. ഇതിൽ പ്രധാനമായും സർക്കാർ ഈ ഒരു ചർച്ചയിൽ സമരക്കാരെ അറിയിച്ചത് ഇത്തരത്തിൽ ഒരു കരിമണലിന്റെ ഖനനം അവിടെ നിർത്തിവെക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിക്കുന്നുണ്ട്. അത് ഒരു മാസം കൊണ്ട് വിദഗ്ധ സമിതി അവരുടെ പഠനം പൂർത്തിയാക്കി ഇടക്കാല റിപ്പോർട്ട് നൽകുന്നതായിരിക്കും. അതുവരെ സീ വാഷ് നിർത്തിവെക്കുന്നതായിരിക്കും. പക്ഷേ ഖനനം തുടരുന്നതായിരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ സമരസമിതി തയ്യാറായിട്ടില്ല. പൂർണ്ണമായും ഖനനം നിർത്തിവെക്കണം എന്നൊരാവശ്യം തന്നെയാണ് സമരസമിതി മുന്നോട്ട് വെച്ചത്. ഈ രീതിയിൽ സീ വാഷിംഗ് നിർത്തിവെച്ചതിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് നിലപാട് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടൽ ഭിത്തി ശക്തിപ്പെടുത്തുമെന്നും അതോടൊപ്പം തന്നെ പുലിമുട്ടിന്റെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കും എന്ന് തന്നെയാണ് ഈ ഒരു യോഗത്തിൽ സമരക്കാർക്ക് വ്യവസായ മന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ ഒരു യോഗത്തിൽ കളക്ടറും അതോടൊപ്പം തന്നെ സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ സമരസമിതി തയ്യാറായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൂർണ്ണമായും ഖനനം നിർത്തുക എന്നുള്ളത് അത് സാധ്യമായ കാര്യം അല്ല എന്ന് തന്നെയാണ് വ്യവസായ മന്ത്രി വ്യക്തമാക്കിയത്. ആ രീതിയിൽ പൂർണ്ണമായും ഖനനം നിർത്തുകയാണെങ്കിൽ IREയുടെ പ്രവർത്തനം അത് പൂർണ്ണമായും നിലയ്ക്കുന്നതായിരിക്കും. കരിമണൽ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഒരു സമ്പത്ത് തന്നെയാണ്. അത് ജനങ്ങൾക്ക് ദോഷകരമാകാത്ത രീതിയിൽ ഖനനം നടത്തുക, അതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. പക്ഷേ ആലപ്പാടുള്ള ജനങ്ങളുടെ സുരക്ഷ അത് പൂർണ്ണമായും ഉറപ്പാക്കിക്കൊണ്ട് തന്നെയായിരിക്കും സർക്കാർ ഈ ഒരു ഖനനവുമായി മുന്നോട്ട് പോവുക. പക്ഷേ ഒരു മാസത്തേക്ക് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെയും സീ വാഷിംഗ് ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് തന്നെയാണ് വ്യവസായ മന്ത്രി മുന്നോട്ട് വെച്ചത്. ഈ യോഗത്തിൽ ഏതായാലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഖനനവിരുദ്ധ സമരസമിതിക്ക് ഇതൊരു നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അവർ ഈ പുറത്തേക്ക് വന്ന് സമരസമിതിയുടെ നേതാക്കൾ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഖനനം പൂർണ്ണമായും നിർത്തലാക്കുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കാത്ത പക്ഷം തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ നിലപാടെടുത്തിട്ടുള്ളത്. ഷീജ, ഈ വിദഗ്ധ സമിതി എന്നോടുകൂടി നിലവിൽ വരും. ഡോക്ടർ TN പ്രകാശൻ കൂടാതെ മറ്റാരെങ്കിലും വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വിദഗ്ധ സമിതിയുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുന്നത്? തീർച്ചയായും ഈ ഒരു കരിമണൽ ഖനനം ആലപ്പാട്ട് ഉള്ള തീരപ്രദേശത്ത് അത് ഏത് രീതിയിലുള്ള ആഘാതമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം വിശദമായി പഠിക്കാൻ തന്നെയാണ് ഇത്തരത്തിലൊരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിക്കുന്നത്. ഈ വിദഗ്ധ സമിതി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഒരു മാസത്തേക്ക് സീ വാഷിംഗ് നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥതല മീറ്റിംഗ്, അതോടൊപ്പം തന്നെ അതിനുശേഷം ജനപ്രതിനിധികൾ പങ്കെടുത്ത യോഗം ചേർന്നു. ഈ യോഗങ്ങളിലാണ് ഈ രീതിയിൽ സീ വാഷിംഗ് നിർത്തലാക്കുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ പോകാം എന്നൊരു ധാരണയിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ വിദഗ്ധ സമിതിയുടെ കാര്യത്തിലും അത് ഈ സമരക്കാരുമായി കൂടി ആലോചിച്ച ശേഷം ഇതിലൊരു ധാരണയിലേക്ക് എത്താനായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ വിദഗ്ധ സമിതി ഈ രീതിയിൽ സെസ്സിലെ ശാസ്ത്രജ്ഞനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വിദഗ്ധ സമിതി തന്നെയാണ്. ആ രീതിയിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദഗ്ധ സമിതി അവർ പരിപൂർണമായും അവിടുത്തെ ഈ ഖനനം അത് ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് അത് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എങ്കിൽ അതിനുള്ള ഒരു പരിഹാരം ആ രീതിയിൽ വിദഗ്ധമായി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ തന്നെയായിരുന്നു ഈ ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. പക്ഷേ ഈ ഒരു വിദഗ്ധ സമിതി ഒരു മാസം പഠനം നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നൊരു നിലപാടാണ് ഇന്നത്തെ യോഗത്തിൽ സമരസമിതിക്കാർ സ്വീകരിച്ചത്. അശ്വതി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ സീ വാഷിംഗ് നിർത്തിവെക്കാനും അതുപോലെ തന്നെ ഇൻലൈൻ വാഷിംഗ് തുടരാനും മന്ത്രി ഇ.പി. ജയരാജൻ അറിയിച്ചു. സീ വാഷിംഗ് സിസ്റ്റം നിർത്തിവെക്കാൻ IREയോട് പറയാൻ തീരുമാനിച്ചു. എന്നാൽ ഇൻലാൻഡ് വാഷിംഗ് ഉണ്ട്, അത് തുടരാതിരുന്നാൽ IREക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ അത് തുടരാം. സീ വാഷിംഗ് ആണ് ആലപ്പാട് പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യുന്നത്, കടൽ അടിച്ചു കയറുന്നത് എന്നെല്ലാമുള്ള ആശങ്കയാണ് ഉയർത്തിയത്. അതുകൊണ്ട് ഒരു മാസം സീ വാഷിംഗ് നിർത്തിവെക്കാൻ തീരുമാനം. മറ്റു വാർത്തകൾ നോക്കാം.
കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതു സ്വതന്ത്രൻ കാരാട്ട് റസാഖ് എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്തു എന്നാരോപിച്ചുള്ള ഹർജി പരിഗണിച്ചാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് 30 ദിവസത്തേക്ക് കോടതി പിന്നീട് സ്റ്റേ ചെയ്തു. സ്റ്റേ കാലയളവിൽ റസാഖിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗിലെ MA റസാഖ് മാസ്റ്റർ കൈക്കൂലി വാങ്ങി എന്നാരോപിക്കുന്ന ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രചരിപ്പിച്ചു എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്തു എന്നാരോപിച്ച് മണ്ഡലത്തിലെ വോട്ടറായ KP മുഹമ്മദാണ് ഹർജി സമർപ്പിച്ചത്. ഹർജി പരിഗണിച്ച കോടതി റസാഖിന്റെ നടപടി ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 123(4) പ്രകാരം അഴിമതിയാണെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയായിരുന്നു. എന്നാൽ പരാജയപ്പെട്ട ലീഗിലെ MA റസാഖ് മാസ്റ്ററെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കാരാട്ട് റസാഖ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോകാനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇടതുപക്ഷ സ്വതന്ത്ര MLA എന്നുള്ള നിലക്ക് ഇടതുപക്ഷവുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയോജകമണ്ഡലത്തിൽ 2 വോട്ടർമാരാണ് ഇവിടെ പരാതി നൽകിയിട്ടുള്ളത്. എതിർ സ്ഥാനാർത്ഥി പരാതി നൽകിയിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിഗത എതിർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിരുന്നു എനിക്കെതിരെ പരാതി കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നത്. സിംഗിൾ ബെഞ്ച് വിധിക്ക് കോടതി പിന്നീട് സ്റ്റേ അനുവദിച്ചു. 1 മാസത്തേക്കാണ് സ്റ്റേ. കാരാട്ട് റസാഖ് സമർപ്പിച്ച സ്റ്റേ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. സ്റ്റേ കാലയളവിൽ റസാഖിന് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന് കോടതി അനുമതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാരാട്ട് റസാഖിനെ അയോഗ്യനാക്കിയ സംഭവത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിധി രാഷ്ട്രീയമായ പരാജയമല്ല എന്നും കോടിയേരി പ്രതികരിച്ചു. ഹൈക്കോടതി വിധിക്കെതിരായി സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. ഉപരിക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇത്തരത്തിലുള്ള വിധികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഉപരിക്കോടതി വിധി തിരുത്തിയിട്ടുമുണ്ട്. രാഷ്ട്രീയമായിട്ട് കോടതി വിധി ഒരു തിരിച്ചടിയാവുന്നില്ല. കോടതി വിധി വന്നതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചടിയാവില്ല. കോടതി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പരിശോധിച്ചുകൊണ്ടല്ല വിധി പറഞ്ഞിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് വിധിയുടെ അടിസ്ഥാനം. കാരാട്ട് റസാഖിനെതിരായ വിധി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. കാരാട്ട് റസാഖ് ജയിച്ചുവെന്നത് ലീഗ് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ലീഗ് പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ച് പരാതി നൽകിയത്. സുപ്രീം കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാനാകും എന്നാണ് പ്രതീക്ഷയെന്നും P. മോഹനൻ കോഴിക്കോട്ട് പറഞ്ഞു. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധമായ അപ്പീൽ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ MLAയും ആ നിലപാടിലാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ നിലപാടിലാണുള്ളത്. അവിടെ നിശ്ചയമായും ഇക്കാര്യത്തിലുള്ള MLAയുടെ ഇക്കാര്യത്തിലുള്ള നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു കടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ഒരാൾ വിജയിച്ച MLA ആയി എന്നുള്ളത് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവുന്ന ഒരു മാനസികാവസ്ഥ ഇപ്പോഴും മുസ്ലിം ലീഗിന് കൈവന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന്റെ നേതൃത്വത്തിൽ 2 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കും. 14 ദിവസം നീളുന്ന ജാഥ ഫെബ്രുവരി 2-ാം വാരം ആരംഭിക്കും. മാർച്ച് 2-ന് ജാഥ തൃശൂരിൽ സംഗമിക്കും. തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിലാണ് തീരുമാനം. BJPയെ അധികാരഭ്രഷ്ടരാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് LDFന്റെ നേതൃത്വത്തിൽ മേഖലാ ജാഥകൾ സംഘടിപ്പിക്കുക. തെക്ക് നിന്നും വടക്കു നിന്നും മണ്ഡലങ്ങൾ തോറും പര്യടനം നടത്തുന്ന ജാഥ മാർച്ച് 2-ന് തൃശൂരിൽ സംഗമിക്കും. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ ജാഥയിൽ തുറന്നുകാട്ടുമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. CPIയുടെ നേതൃത്വത്തിലുള്ള ജാഥ വടക്കു നിന്നും, പിന്നെ CPM നേതൃത്വം നൽകുന്ന ജാഥ തെക്ക് നിന്നും തിരുവനന്തപുരത്തു നിന്ന് ആരംഭിക്കും. ജാഥയ്ക്ക് വളരെ ഫോക്കസ്ഡ് ആണ്. ജാഥ വളരെ കൃത്യമാണത്. ജാഥ ഒന്നാമതായിട്ട് BJP ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റിനെ അധികാരഭ്രഷ്ടമാക്കുക എന്ന മുദ്രാവാക്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. അതോടൊപ്പം ഈ ജാഥ അത്യന്തം ജനവിരുദ്ധമായ ഒരു സാമ്പത്തിക നയം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയതിന്റെ ദുരിതഫലങ്ങൾക്കെതിരായി അണിനിരക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. BJP കേരളത്തിൽ വർഗീയ ധ്രുവീകരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമായതാണെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. ശബരിമല വിഷയത്തിൽ സർക്കാരും LDFും സ്വീകരിച്ച വ്യക്തമായ നിലപാടുകൾ LDF ക്യാമ്പയിനിന്റെ ഭാഗമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF മുന്നണി വിപുലീകരിച്ച ശേഷം ആദ്യം ചേർന്ന യോഗമായിരുന്നു ഇന്നത്തേത്. ന്യൂസ് ബ്യൂറോ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനത്തിന് മുൻപ് യുഡിഎഫിൽ തമ്മിലടി. ഇടുക്കി സീറ്റ് വിട്ടു നൽകില്ലെന്ന് പി ജെ ജോസഫ്. 2 സീറ്റുകൾ വേണമെന്ന അവകാശവാദം ഉന്നയിച്ച് കെ എം മാണി. മുന്നണിയിൽ എടുക്കണമെന്ന പി സി ജോർജിന്റെ അപേക്ഷ ചർച്ചയ്ക്ക് പോലും എടുക്കാതെ യുഡിഎഫ് യോഗം തള്ളി. വിഭജന ചർച്ച യുഡിഎഫിൽ ഔപചാരികമായി ആരംഭിച്ചിട്ടില്ലെങ്കിലും ഇന്ന് നടന്ന യോഗത്തിൽ സീറ്റ് വിഭജനം യുഡിഎഫിന് അത്ര എളുപ്പമാകില്ലെന്ന സൂചനയാണ് നൽകുന്നത്. യോഗം ആരംഭിച്ച് ചർച്ചകൾ നടക്കവെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 2 സീറ്റുകൾ വേണമെന്ന ആവശ്യം പി ജെ ജോസഫ് മുന്നോട്ട് വെച്ചത്. ഇടുക്കി സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കി. അതേസമയം യുഡിഎഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന് നിലവിലെ 2 സീറ്റ് എന്നത് 3 ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. എങ്കിലും ഇന്ന് നടന്ന യോഗത്തിൽ ഇക്കാര്യം അവർ ഉന്നയിച്ചില്ല. ജെഡിയു യുഡിഎഫ് ഇട്ട സാഹചര്യത്തിൽ പാലക്കാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് സാധ്യത. സീറ്റ് വിഭജനം നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ മുസ്ലിം ലീഗ് വയനാട്, കാസർഗോഡ് എന്നിവയിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേണമെന്ന ആവശ്യമാകും മുൻപോട്ട് വയ്ക്കുക. അതേസമയം യുഡിഎഫുമായി സഹകരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തു നൽകിയ പാർട്ടികളെ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ യുഡിഎഫ് യോഗം തീരുമാനിച്ചു. ഇതിനായി ഉപസമിതിയെയും നിയമിച്ചു. ജെഡിയു ജോൺ വിഭാഗത്തെ പ്രത്യേക ക്ഷണിതാവാക്കാനും യുഡിഎഫ് യോഗം തീരുമാനിച്ചു. എന്നാൽ പി സി ജോർജിന്റെ ജനപക്ഷത്തിന്റെ ആവശ്യം യുഡിഎഫ് നിഷ്കരണം തഴഞ്ഞു. ജനപക്ഷത്തെ യുഡിഎഫിന്റെ ഭാഗമാക്കണമെന്ന് കാണിച്ച് യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹന്നാന് പി സി ജോർജ് നൽകിയ കത്ത് യുഡിഎഫ് യോഗത്തിൽ പരിഗണിക്കേണ്ടതില്ലെന്ന് ഘടകകക്ഷികൾ നിലപാട് സ്വീകരിച്ചു. പി സി ജോർജ് KPCC പ്രസിഡന്റാണ് കത്ത് നൽകിയതെന്ന് പിന്നീട് ചെന്നിത്തലയും വിശദീകരിച്ചു. യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കത്ത് ഇവിടെ ചർച്ച ചെയ്തില്ല. കാരണം ആ കത്തിനകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്താൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുമായി സഹകരിക്കണമെന്നാണ് ജനപക്ഷം ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം തീരുമാനിക്കേണ്ടത് യുഡിഎഫ് യോഗത്തിലോ യുഡിഎഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനോ അല്ല. അത് തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റും KPCC. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം യുഡിഎഫിന് അത്ര എളുപ്പമാകില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTCയിൽ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതായി ലേബർ കമ്മീഷനുമായുള്ള ചർച്ചയിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. CMD ടോമിൻ തച്ചങ്കരി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ നടപ്പാക്കുകയാണെന്നും തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പരാതിപ്പെട്ടു. ഷെഡ്യൂൾ ക്രമീകരണം, ഡ്യൂട്ടി പരിഷ്കരണം, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉന്നയിച്ചത്. പുതിയ സേവന വേതന വ്യവസ്ഥകൾ രൂപീകരിക്കുന്നതുവരെ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ചർച്ചയ്ക്ക് ശേഷം സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നേതാക്കൾ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അഡീഷണൽ ലേബർ കമ്മീഷണർ നടത്തിയ ചർച്ചയിൽ KSRTC മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. KSRTC CMDയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തും. പ്രമുഖ സംഗീത സംവിധായകൻ S. ബാലകൃഷ്ണൻ അന്തരിച്ചു. ചെന്നൈയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു അന്ത്യം. റാംജി റാവു സ്പീക്കിംഗ്, ഗോഡ് ഫാദർ, ഇൻ ഹരിഹർ നഗർ, വിയറ്റ്നാം കോളനി തുടങ്ങിയ സിനിമകളിലെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്കും പടയോട്ടത്തിനും പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഇൻ ഹരിഹർ നഗറിന്റെ തമിഴ് പതിപ്പായ MGR നഗറിലും തെലുങ്ക് പതിപ്പിലും സംഗീതം നൽകിയിട്ടുണ്ട്. ഇളയരാജ, AR റഹ്മാൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. പുല്ലാങ്കുഴൽ കച്ചേരികളിലൂടെയും സജീവമായ S. ബാലകൃഷ്ണൻ പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരി സ്വദേശിയാണ്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിഫ്ബി അഭിമാനകരമായ റെക്കോർഡ് നേടിയതായി ധനമന്ത്രി തോമസ് ഐസക്. 1611 കോടിയുടെ പദ്ധതിക്കാണ് കിഫ്ബി ഇന്ന് അംഗീകാരം നൽകിയത്. 3 ജില്ലകളിൽ സാംസ്കാരിക നിലയങ്ങൾക്കും കിഫ്ബി മുതൽ മുടക്കും. ചരക്ക് സേവന നികുതി പ്രകാരമുള്ള ഇ-വേ ബിൽ പ്രായോഗിക തലത്തിൽ എത്താത്തത് സംസ്ഥാനത്ത് വലിയ നികുതി ചോർച്ചയ്ക്ക് ഇടയാക്കിയതായും ധനമന്ത്രി വ്യക്തമാക്കി. 9 പുതിയ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി 748.16 കോടി രൂപയും ഉപപദ്ധതികൾക്കായി 863.34 കോടിക്കുമാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ഇതോടെ 512 പദ്ധതികളിലായി ആകെ 41,325 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെയായി അംഗീകാരം നൽകിയതെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. ഇത് വളരെ അഭിമാനകരമായ റെക്കോർഡായിട്ടാണ് കരുതുന്നത്. 9,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ ടെൻഡർ വിളിച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ആ പ്രൊജക്ടുകളൊക്കെ പൂർത്തിയാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് 1611 കോടിയുടെ പദ്ധതിയിൽ LP, UP സ്കൂളുകൾ ഹൈടെക് ആക്കുന്നതിനായി 292 കോടിയും പാലക്കാട്, കാസർഗോഡ്, കൊല്ലം എന്നീ ജില്ലകളിൽ സാംസ്കാരിക നിലയങ്ങൾക്കായി 160 കോടി നൽകാനും അംഗീകാരമായി. കോളേജ് വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബി മുതൽ മുടക്കാൻ തീരുമാനിച്ചു. വൻകിട പദ്ധതികളായ ആലപ്പുഴ മൊബിലിറ്റി ഹബിന് 129 കോടിയും പരപ്പനങ്ങാടി ഫിഷിംഗ് ഹാർബറിന് 112 കോടിയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 157 കോടിയും നൽകും.
ചരക്ക് സേവന നികുതി പ്രകാരമുള്ള ഇ-വേ ബിൽ പ്രായോഗിക തലത്തിൽ എത്താത്തത് സംസ്ഥാനത്ത് വലിയ നികുതി ചോർച്ചയ്ക്ക് ഇടയാക്കിയതായും ധനമന്ത്രി പറഞ്ഞു. അവിടെ നിന്ന് വരുന്ന ചരക്ക് ബില്ലെഴുതിയിട്ടാണ് IGST കൊടുത്തിട്ടാണോ വരേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അറിയാൻ നോക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഇവിടെ വലിയ നികുതി ചോർച്ച വരുന്നുണ്ട്. ഇ-വേ ബില്ല് വന്നത് 6 മാസമായിട്ടുള്ളൂ. അതിന്റെ ഡേറ്റ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെയിം ടൈം ലെവലിൽ കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ജൂണോടുകൂടി ആനുവൽ റിട്ടേൺ വരുന്നതോടുകൂടി കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ GSTയിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രതീക്ഷക്കനുസരിച്ചുള്ള മാറ്റം വരും. പ്രളയ സെസ് അഖിലേന്ത്യാ തലത്തിൽ പിരിക്കുന്നത് പ്രായോഗികമല്ല. 1% നികുതി ജനങ്ങൾക്ക് വലിയ ഭാരമാകില്ലെന്നും ധനമന്ത്രി കിഫ്ബി ബോർഡ് യോഗത്തിനു ശേഷം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നവരിൽ 100-ലേറെ ദില്ലി തിലക് നഗർ നിവാസികളുമുള്ളതായി പോലീസിന് വിവരം. അംബേദ്കർ നഗർ കോളനിയിലെ വീടുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് തിലക് നഗർ നിവാസികളും അനധികൃതമായി വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. എത്ര പേർ മുനമ്പം വഴി പോയെന്ന് പരിശോധിക്കാൻ പോലീസ് അന്വേഷണം തിലക് നഗറിലേക്കും വ്യാപിപ്പിച്ചു. അതേസമയം വസ്തുകച്ചവടക്കാരൻ സോനുവിന് മനുഷ്യക്കടത്തിൽ ബന്ധമുണ്ട് എന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം വേഗത്തിലാക്കാൻ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി നാളെ എത്തും. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്നവരുടെ ദില്ലി അംബേദ്കർ നഗറിലെ വീടുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് തിലക് നഗർ നിവാസികളും അനധികൃതമായി വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. അംബേദ്കർ കോളനിയിലെ താമസക്കാർ തന്നെയാണ് തിലക് നഗറിലെ ബന്ധുക്കൾ വിദേശത്തേക്ക് പോയതായി പോലീസിന് വിവരം നൽകിയത്. 10 വർഷങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് പോയവർ വീഡിയോ കോൾ വഴി നാട് കടക്കാൻ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. തിലക് നഗറിൽ നിന്നും 100-ലേറെ പേർ വിദേശത്തേക്ക് പോയെന്നാണ് പോലീസ് കരുതുന്നത്. ഇതിൽ ആരൊക്കെ മുനമ്പം വഴി പോയെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ വിവരമില്ല. അതിനാൽ അന്വേഷണം തിലക് നഗറിലേക്കും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അംബേദ്കർ നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്തുകച്ചവടക്കാരൻ സോനുവിന് മനുഷ്യക്കടത്തിൽ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടു. കേരള പോലീസ് ദില്ലിയിലെത്തിയതു മുതൽ ഇയാൾ അപ്രത്യക്ഷനായതാണ് സംശയം ബലപ്പെടുത്തിയത്. ഇയാളെ പിടികൂടാനുള്ള നീക്കം പോലീസ് കൂടുതൽ ശക്തമാക്കി. ദില്ലി പോലീസിന്റെ സഹായം കൂടാതെയാണ് ഇപ്പോഴുള്ള അന്വേഷണം. ഉന്നത ബന്ധങ്ങൾ ഉണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് പ്രാദേശിക പോലീസ് സഹായം തേടാത്തത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ വന്നതോടെ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കാൻ നാളെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തിനൊപ്പം ചേരും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി.